സംസ്ഥാനത്ത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം മാറ്റിവെച്ചേക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ആവശ്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുകൂല തീരുമാനമെടുക്കുമെന്നാണ് സൂചന. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ SIR നീട്ടണമെന്നാവശ്യപ്പെട്ട് ഇന്നലെയാണ് കത്ത് നൽകിയത്. ശ്രീജിത്ത് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം, അത് പല രീതിയിലായി അവർ ആ പ്രതിഷേധത്തിലേക്കൊക്കെ കടന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ ഒരു തീരുമാനം എത്തുന്നത്. ഈ തീരുമാനത്തിന്റെ പിന്നിൽ അടുത്തുവരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയാണ് അല്ലേ? സ്മിത, തീർച്ചയായും തദ്ദേശ തെരഞ്ഞെടുപ്പിനും ഒപ്പം തന്നെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനും പ്രവർത്തിക്കേണ്ടതായത് ഒരേ ഉദ്യോഗസ്ഥ സംവിധാനം തന്നെയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പരിചയസമ്പത്തുള്ള അല്ലെങ്കിൽ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട നടപടികളിൽ പരിചയസമ്പത്തുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇതിന് നിയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ SIR നടപ്പിലാക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, അതുവരെ ഇത് നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ ഇന്നലെ കത്ത് നൽകിയത്. ഈ കത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരം ഉറപ്പ് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. കാരണം രണ്ട് സംവിധാനങ്ങളും ഒരേ ഉദ്യോഗസ്ഥരെയാണ് നിയോഗിക്കേണ്ടതെന്നതിനാൽ ഇപ്പോൾ അത് ആരംഭിച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. അപ്പോൾ അതിന് സർക്കാർ ഒരിക്കലും ഒരുക്കമാവില്ല. 5 കൊല്ലത്തിനിടയ്ക്ക് കൃത്യമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തുന്ന സംസ്ഥാനമാണ് കേരളം. ആ പതിവ് മാറ്റിവെക്കാൻ കേരളം തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഡിസംബർ കഴിഞ്ഞ ശേഷം മാത്രമേ കേരളത്തിലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാൻ സാധ്യതയുള്ളൂ. കാരണം ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ അപ്പോൾ മാത്രമേ ഫ്രീ ആവുകയുള്ളൂ. അതുകൊണ്ട് ആ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് സംബന്ധിച്ച് ഉറപ്പ് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ലഭിച്ചു എന്ന സൂചനയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ശരി, ശ്രീജിത്താണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.